ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. തുടങ്ങുമ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. നമ്മുടെ അഭിയും ശരണിയും ഉണ്ട് അവിടെ. അങ്ങനെ ദേവയാനി അവിടെ വരുന്നു. ദേവയാനി വന്ന് നമ്മുടെ അഭിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേവയാനി പറയുകയാണ്, 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി 40 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയല്ലേടാ നീ പച്ചക്കള്ളം പ്രചരിപ്പിച്ചത്. എടാ, അർഹതപ്പെട്ടവരുടെ കയ്യിലാടാ പൈസ എത്തേണ്ടത്, അല്ലാതെ അർഹതയില്ലാത്ത നിന്നെ പോലെയുള്ളവരുടെ കയ്യിലല്ല. എടാ, നിന്നെ എങ്ങനെയാടാ വിശ്വസിച്ച് മൂർത്തീസ് ജ്വല്ലറിയുടെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കുന്നത്? അതുകൊണ്ട് തന്നെയാ എന്റെ മോൻ നിന്നെ എന്നും അകറ്റി നിർത്തിയിട്ടുള്ളത്. ഇനിയും അത് അങ്ങനെ തന്നെ ഉണ്ടാകത്തുള്ളൂ. നിന്നെ ഇതല്ലായിരുന്നു ചെയ്യേണ്ടത്. നിന്നെ ലോക്കപ്പിൽ ഇടണമായിരുന്നു, നിന്നെ ജയിലിൽ അടയ്ക്കണമായിരുന്നു. നീ ജയിലിൽ കിടന്ന് നീ ശിക്ഷ അനുഭവിക്കണമായിരുന്നു. പക്ഷെ ഞാൻ ഇത് ചെയ്യാത്തത്. ഏതായാലും നിന്നെ ഞാൻ കണ്ടുപിടിച്ചല്ലോ. എന്നെ കബളിപ്പിച്ചില്ലല്ലോ നീ. എന്നെ അങ്ങനെ കബളിപ്പിക്കുക വല്ലതും ചെയ്യുകയായിരുന്നുവെങ്കിൽ, ഞാൻ വിഡ്ഢിയായെന്ന് ഞാൻ സ്വയം അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിന്നെ ജയിലിൽ കയറ്റി അഴി എണ്ണിച്ചേണേ. നീ അനന്തപുരി തറവാട്ടിലെ ആരുമാണെന്ന് ഞാൻ ഓർക്കില്ലായിരുന്നു. ഇനിയെങ്കിലും നീ മനസ്സിൽ കുറിച്ചിട്ടോ. എടാ, വിശ്വസിക്കാൻ പറ്റുന്ന കള്ളങ്ങൾ വേണോടാ മറ്റുള്ളവരോട് പറയാന്. അല്ലാതെ വിശ്വസിക്കാൻ പറ്റാത്ത കള്ളങ്ങൾ, അതും ഈ പൊട്ടക്കള്ളങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആരാടാ വിശ്വസിക്കുന്നത്? പറ്റിയൊരു കൂട്ട് ശരണ്യം. എടി, നിനക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചൂടെ? ആളെ വെട്ടിച്ചും തട്ടിച്ചും ഒക്കെ ജീവിച്ചിട്ട് എന്തിനാടി? ഞാൻ പോവുക. എനിക്ക് കൂടുതൽ നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നിനക്ക് മൂർത്തീസ് ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, അതിനി വേണോ വേണ്ടയോ എന്ന് ഈ ദേവയാനി തീരുമാനിക്കും. മൂർത്തീസ് ജ്വല്ലറിയും നീ കൊള്ളയടിക്കാൻ മടിക്കത്തില്ലെന്ന് എല്ലാവർക്കും അറിയാടാ. അതുകൊണ്ടാടാ അതിന്റെ പടി നിന്നെ കൊണ്ട് ചവിട്ടിക്കാത്തത്. അമ്മയുടെ ഒത്താശയും ഇതിലുണ്ടായിരിക്കും, നിന്റെ തള്ളയുടെ ഒത്താശയും. തള്ളയാണല്ലോ നിന്നെ വഷളാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അപ്പോഴേക്കും പോലീസുകാരൻ പറഞ്ഞു, ഇനി എന്തിനാ മക്കളെ നിങ്ങൾ നിൽക്കുന്നത്? പൊക്ക വിട്ടോ, സ്ഥലം കാലിയാക്കിക്കോ എന്ന് പറഞ്ഞു. പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ അഭിയോട് പറഞ്ഞു, നീ അവിടെ ഒന്ന് നിൽക്കുക, നിന്നെ എനിക്കൊന്ന് നല്ല ശരിക്കും ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ആ കൈ ഒടിഞ്ഞ പോലീസ് എന്ത് ചെയ്തു? കർണക്കുറ്റി നോക്കി ഒറ്റ ഒരെണ്ണം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ തന്നില്ലെങ്കിലേ ഞാൻ വെറും ഉണ്ണാക്കനായി പോകും. ഞാനേ ഒരു പോലീസല്ലേ, അതിന്റെ വില നീ എനിക്ക് തന്നിട്ടില്ല. കാരണം നീ മൂർത്തി സാറിന്റെ, അതും അനന്തപുരി തറവാട്ടിലെ മൂർത്തി സാറിന്റെ കൊച്ചുമോനല്ലേ? എന്ത് നിലയും വിലയും ആടാ നിനക്കുള്ളത് നിന്റെ കുടുംബത്തില്. നിന്നെ എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു മൂർത്തി സാറിനെ വിചാരിക്കുമ്പം. മൂർത്തി സാറിന്റെ കൊച്ചുമോനല്ലേ എന്നൊക്കെ ഓർക്കുമ്പോ. പക്ഷെ ഇപ്പൊ എനിക്ക് നിന്നെ ഒരു പേടിയില്ലടാ. കാരണം അവിടെയുള്ളവർക്കും നിന്നെ അറിയാലോ. അവരും നിന്നെ കൈ ഒഴിഞ്ഞ് ഉപേക്ഷിച്ചിട്ടേക്കാണല്ലോ. എനിക്കിപ്പൊ എല്ലാം പിടികിട്ടി. പൊക്കോ മക്കള് സ്ഥലം വിട്ടോ എന്നിങ്ങനെ പറയാ. ഏതായാലും ശരണ്യയും അഭിയും കൂടെ പോലീസ് സ്റ്റേഷന്റെ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശരണ്യ പറയാണ്, എന്റെ ജീവിതം തകർന്നു, എന്റെ ജീവിതം. നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇപ്പൊ കണ്ടില്ലേ, നാണക്കേടായി. നീ വീണ്ടും എന്നെ അന്വേഷിച്ചു വന്നപ്പം നീയുമായിട്ടുള്ള ഒരേ ഇടപാടിനും ഇല്ലാന്ന് ഞാൻ പറഞ്ഞതാ. പൈസ കിട്ടുമെന്ന് ഓർത്താ വന്നത്. അത് പിന്നെ ഞാനും പൈസ കിട്ടുമെന്ന് ഓർത്തല്ലേ ഇരുന്നത്. നിന്റെ അമ്മായി ആ പൈസ ഓഫർ ചെയ്തത്. അപ്പം അവരുടെ മനസ്സിൽ എന്താണെന്ന് നിനക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ലായിരുന്നോ? ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയത്. അത് പിന്നെ കേസൊന്നും ആയിട്ടില്ലല്ലോ. കേസൊന്നും ആയിട്ടില്ല. പക്ഷെ പോലീസുകാർക്കൊരു സ്വഭാവമുണ്ട്. ഒരിക്കൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലീസുകാർ പിന്നെ ആ രീതിയിലേ നോക്കത്തുള്ളൂ. നിന്റെ കൂടെ കൂടിയിട്ട് എന്റെ ജീവിതം ഇല്ലാതായി. നീയാ എന്നെ സകല തെറ്റുകളും ചെയ്യാൻ പഠിപ്പിച്ചത്. ഇതിനു മുമ്പും അങ്ങനെ ആയിരുന്നല്ലോ. നിന്റെ കൂടെ കൂടിയല്ലേ എന്റെ ഭാവി പോയത്. അപ്പൊ ഇതിനു മുമ്പും ഞാൻ എങ്ങനെയായിരുന്നു നീ പറയുന്നത്? അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. നീ കാരണം ഞാൻ ഇതുവരെ കല്യാണം പോലും കഴിക്കാത്തത്. എന്ന് വെച്ചാല് ഒരു പെൺകുട്ടിയുടെ മനസ്സും മാനവും കവർന്നെടുത്തിട്ടാ നീ പലപ്പോഴും എന്നെ പോലെയുള്ള പെൺകുട്ടികളെ ഒഴിവാക്കുന്നത്. എടി മോളെ, നിനക്കിന്നുണ്ടായ നഷ്ടത്തിന് ഞാന് പരിഹാരം കാണാം. അല്ല, നീ എന്ത് പരിഹാരം കാണും? നീ എത്ര രൂപ തരും? നീ 10 ലക്ഷം രൂപയൊന്നും തരണ്ട. തരാന്ന് പറഞ്ഞാല് നീ തരത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ 1 ലക്ഷം എനിക്ക് കിട്ടിയിരിക്കണം. 1 ലക്ഷമോ? നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കിന്നുണ്ടായ നാണക്കേടിന്, പോലീസ് വാഹനത്തിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നതിന് നീ എനിക്ക് പറഞ്ഞ തുക തന്നേ പറ്റൂ അബി. എടി, എന്തുവാടി ഇത്? എന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു നാടകത്തിന് നിന്നത്. ഒന്നും പറയണ്ട, നീ ഒന്നും സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞു 1 ലക്ഷം എനിക്ക് കിട്ടിയേ പറ്റൂ. അത് നിനക്ക് തരാൻ പറ്റുമോ? അത് താ. അല്ലെങ്കിലേ ഞാൻ നേരെ അങ്ങ് വരും അനന്തപുരിയിലേക്ക്, മൂർത്തി സാറിന്റെ മുന്നിലേക്ക്. അത് നീ മനസ്സിലാക്കിക്കോ. നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യാന്ന് കരുതിക്കോ. നിന്റെ തറവാട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ നടന്നില്ലെങ്കിലേ സോഷ്യൽ മീഡിയയിൽ
ഞാനത് പരസ്യപ്പെടുത്തും. അറിയാലോ, സോഷ്യൽ മീഡിയയിൽ ഇട്ടാല് എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ലടാ. നമ്മളെ പോലീസ് വാഹനത്തിൽ കയറ്റുമ്പോ എന്നെ അറിയാവുന്ന ചിലരൊക്കെ അവിടെ നിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ നാട്ടുകാർ ഇതൊക്കെ അറിയുന്ന ഉറപ്പുള്ള കാര്യം തന്നെയാ. അങ്ങനെയുള്ളപ്പോ ഞാൻ മാത്രം ഇതിനെ നാറുന്നത്, നീയും കൂടെ അങ്ങ് നാറട്ടെ. ഏ വേണ്ടേ, നാറണ്ടേ? അത് പിന്നെ ഞാൻ ഇപ്പൊ നാണം കെട്ടില്ലേ? അനന്തമൂർത്തിയുടെ കൊച്ചുമകനാ ഇപ്പൊ തല്ലുകൊണ്ടത്. നിനക്കിതൊന്നും കൊണ്ടാ പോരാ, തല്ലുകൊണ്ട് ചതയണം, ചാവണം. മിക്കവാറും നിന്നെ അവര് കൊല്ലും. ആരാണെന്നറിയോ? നിന്റെ ഭാര്യയായിട്ട് ഒരുത്തിയില്ലേ, അവള് തന്നെ കൊല്ലും. നോക്കിക്കോ. അത് പിന്നെ ഞാൻ അവളെ ഒഴിവാക്കാൻ നടക്കുക. അവളൊരു അമ്മയാകാൻ പോവല്ലേടാ? അങ്ങനെയുള്ളവളെയാണോടാ നീ ഒഴിവാക്കാൻ നോക്കുന്നത്? അതിനൊന്ന് കൂട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. സ്വന്തം കുഞ്ഞിനോട് സ്നേഹമില്ലാത്ത ഒരു ദുഷ്ടനായി പോയില്ലോടാ നീ. പോയി തൂങ്ങിച്ചാവട നീന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണൊരു ഒറ്റ ഉന്തിവിടൽ വിട്ടുവിട്ടോ നമ്മുടെ അബീനെ. അബിയുടെ തല പോയി ഇടിച്ചു. അപ്പൊ പോലീസുകാരൻ വന്നിട്ട് ചോദിച്ചു, എന്താടാ അവള് നിന്റെ ദേഹത്തെ കൈവച്ചോ? മൂർത്തി സാറിന്റെ കൊച്ചുമോനായോണ്ടാ. അല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ സംഭവം മുഴുവൻ ഇവിടുത്തെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ പരസ്യപ്പെടുത്തിയേനെ. പിന്നെ അങ്ങനെ പബ്ലിക്കിനെ കാണിച്ചു കഴിഞ്ഞാലേ പിന്നെ നിന്റെ ഡീറ്റെയിൽസ് പറയേണ്ടി വരും. അത് പിന്നെ ആ വലിയ മനുഷ്യനാണല്ലോ കുറച്ചില്. അതുകൊണ്ട് മാത്രമാ നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. അതുകൊണ്ടാ ഞാനൊന്നും ചെയ്യാത്തത്. അത് നീ മുതലെടുക്കരുതേ. ഇന്ന് നീ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടാണ് നിന്റെ ദേഹത്ത് പോലീസുകാരി കൈവച്ചത്. അതിന്റെ പേരില് നീ തിരിച്ചടിക്കാൻ നിന്നാലേ പിന്നെ മൂർത്തി സാറിന്റെ കൊച്ചുപോലാണെന്നൊന്നും ഞാൻ ഓർക്കില്ല. എല്ലാം മാറുന്നിട്ട് കേറി അങ്ങോട്ട് മേയും നിന്നെ. പോടാ, വിട്ടുപൊക്കോടാ, ഈ പരിസരത്ത് നിന്നെ കണ്ടുപോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അഭി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ നയനയാണ് കേട്ടോ. അപ്പൊ നയനെ ആദർശ് വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കും, അമ്മ വന്നോന്നൊക്കെ. അങ്ങനെ നമ്മുടെ നയനെ പറയാണ്, ഞങ്ങള് അമ്മേനെ കാത്തിരിക്കുക ആദർശേട്ടാ, അമ്മ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കാം. ഇതുവരെ ഏതായാലും അമ്മ വന്നിട്ടില്ല, ആദർശേട്ടാ ഫോൺ വെക്കുക എന്ന് പറഞ്ഞ് താഴേക്ക് ചെല്ലാണ്. അപ്പോഴത്തേക്ക് അവിടെ നമ്മുടെ ജയൻ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ജയന്റെ അടുത്തേക്ക് നയനെ ചെന്നിട്ട് പറഞ്ഞു, അച്ഛ ആദർശേട്ടനും വല്ലാത്ത ടെൻഷനിൽ തന്നെയാ ഉള്ളത്. അവള് ഒരു അവന് ഒരു ഇമ്പോർട്ടന്റ് ആയ മീറ്റിങ്ങിനാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയും. ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. അതൊക്കെ ശരിയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് നമ്മുടെ ദേവയാനി വന്ന് നിൽക്കുകയാണ് കേട്ടോ. ദേവയാനിയുടെ വണ്ടി വരുന്നു, അവിടെ നിൽക്കുന്നു, ദേവയാനി ഇറങ്ങി വരുന്നു. ഇവരാകെ പേടിച്ച് പരിഭ്രമിച്ചിരിക്കുകയാണ്. എന്താ നടന്നത്, സംഭവിക്കുന്നതെന്നൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. ഏതായാലും നമ്മുടെ ദേവയാനി വന്നിട്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ജയൻ ചോദിച്ചു, താൻ എവിടെ പോയതാ? അത് പിന്നെ ഞാൻ ആ പെൺകുട്ടീനെ കാണാൻ വേണ്ടി പോയതാ. ഏത് പെൺകുട്ടീനെ? അതെന്തൊരു ചോദ്യമാ ജയേട്ടാ. എന്നെ സഹായിച്ച പെൺകുട്ടി ഉണ്ടല്ലോ നയന, അവളെ കാണാനാ ഞാൻ പോയത്. അപ്പൊ ഇത് കേട്ടത് നയനയും ജയനും പേടിച്ചു പോയിട്ടോ. ആ പെൺകുട്ടീനെ അപ്പൊ കണ്ടെത്തിയെന്നാണല്ലോ നമ്മുടെ ദേവയാനി പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോഴത്തേക്കും ജലജ മാറി നിന്ന് ഇതെല്ലാം കേൾക്കുക. രക്ഷപ്പെട്ടു, ഏതായാലും പൈസ ഇപ്പൊ കിട്ടിക്കാണെന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മുടെ ദേവയാനി പറഞ്ഞു, എന്തു പറ്റി, നിങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമായി പോയോ ഞാൻ ആ പെൺകുട്ടീനെ കണ്ടത്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നീ എന്തിനാ ദേവയാനി ആ പെണ്ണിന്റെ പുറകെ പോയത്? ആരും എന്നോട് ആ പെൺകുട്ടിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആരും പറയുന്ന കേട്ടിട്ടും അല്ല പോയത്. അവസാനം ഞാൻ അവളെ കണ്ടെത്തി, അത് തന്നെ. വേറെ എന്ത് ഞാൻ പറയാനാ? പിന്നെ അത് മാത്രല്ലാട്ടോ, അവൾ എതിർത്തിട്ടും അവക്ക് ഞാൻ 50 ലക്ഷം രൂപ കൊടുത്തു. അതാ എനിക്ക് ഏറ്റവും വലിയ ആത്മസംതൃപ്തി കിട്ടിയത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നയനയും ഞെട്ടിപ്പോയി, ജയനും ഞെട്ടിപ്പോയി. ജയൻ പറഞ്ഞു, നീ എന്താ പറഞ്ഞത്? അതെ, ഞാൻ 50 ലക്ഷം രൂപ കൊടുത്തു, അതാ ഞാൻ പറഞ്ഞത്. ഷോ, എന്താ അമ്മ ഇത്, 50 ലക്ഷം രൂപയോ? അതിനെന്തിനാ നയനെ നീ ഇങ്ങനെ ഞെട്ടുന്നത്? നിനക്ക് ഞെട്ടേണ്ട കാര്യമുണ്ടോ? അപ്പോഴത്തേക്കും നമ്മുടെ ജലജയ്ക്ക് സന്തോഷമായിട്ടോ. ജലജ പറഞ്ഞു, പാവപ്പെട്ട പെൺകുട്ടി ഏടത്തി സഹായിച്ചു, അതിനുള്ള പ്രതിഫലം ഏടത്തി കൊടുത്തു, അതിനെന്തിനാ നീ ഇങ്ങനെ കിടന്ന് ഉരുകുന്നത്? നിനക്ക് അതിന്റെ കാര്യം എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ജലജയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേവയാനി. അപ്പം ജയൻ പറഞ്ഞു, അർഹതപ്പെട്ടവരുടെ കയ്യിലേക്കാണ് ആ പണം പോയതെന്ന് ആർക്കറിയാം? അതെ, അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് തന്നെ ആ പണം പോയിരിക്കുന്നത്. അത് ഓർത്തിട്ട് വിഷമിക്കൊന്നും വേണ്ട. അല്ല ദേവയാനി, നീ ആ പണം അവളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. 50 ലക്ഷത്തിന്റെ ചെക്ക് ഞാൻ അവളുടെ കൈ കൊടുത്തിട്ടുണ്ട്. അത് ബാങ്കിൽ പ്രസന്റ് ചെയ്യാന്ന് അവൾ സമ്മതിച്ചിട്ടുമുണ്ട്. ഇപ്പൊ ചിലപ്പം അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടാകും. ആ 50 ലക്ഷം രൂപ അവൾ എടുത്തിട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ നയന പറഞ്ഞു, അമ്മ എന്തൊരു അബദ്ധമായി കാണിച്ചത്. അതെങ്ങനെയാ അബദ്ധമാകും നയനെ? ഏടത്തിയുടെ ജീവൻ രക്ഷിച്ചവളെ ഏടത്തി സഹായിച്ചു. അതിന് 50 ലക്ഷം എന്ന് പറയുന്നത് ഇത്തിരി കൂടുതലൊക്കെ തന്നെയാണ്. പക്ഷെ പൈസ അല്ലല്ലോ വലുത്, ഒരു ജീവനല്ലേ വലുത്. ഏടത്തിക്കാണെങ്കിൽ ആ തുക നിസ്സാരവുമാണ്. പിന്നെ നീ എന്തിനാടി ഇങ്ങനെ ദുഃഖിക്കുന്നത് എന്നിങ്ങനെ ജലജ ചോദിക്കുകയാണ്. ജലജയ്ക്ക് സന്തോഷമാണല്ലോ, ജലജയുടെ കയ്യിലാണ് പൈസ കിട്ടിയെന്നാണല്ലോ ജലജയുടെ വിചാരം. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു, എനിക്ക് അബദ്ധമൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല. ജലജ പറഞ്ഞതുപോലെ പൈസയെക്കാളും വലുതാണ് ഒരു മനുഷ്യജീവന്. അതുകൊണ്ട് തന്നെ അവക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാന്നാ ഞാന് പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കണം. ഒരു പാവം പെൺകുട്ടിയാ, നിഷ്കളങ്കയാ, സമ്പന്നൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് അവൾ ഇനി എനിക്ക് എന്റെ മോളെ പോലെ തന്നെയാ എന്നിങ്ങനെ പറഞ്ഞു. ജലജക്ക് ഇത് കേട്ടിട്ട് അങ്ങ് സന്തോഷം. ഇനിയിപ്പോ കുറെ പൈസ അടിച്ചു മാറ്റാന്നാണ് ജലജയുടെ വിചാരം. ജലജ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ നയനയ്ക്കും
അതുപോലെ ജയനും എന്താ പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ ജയൻ പെട്ടെന്ന് ചോദിച്ചു, അല്ല ജലജ, നിന്റെ സംസാരം കേട്ടിട്ട് നീയാ ഇതൊക്കെ ഒപ്പിച്ചതെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും നയന പറഞ്ഞു, ഇത് വലിയ ചതിയായിപ്പോയി. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ദേ എനിക്കിങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദേ ഇവളെ ഉണ്ടല്ലോ, ഇവളെ വിളിച്ചോണ്ട് വന്ന ഏറ്റവും വലിയ ചതി, അല്ലാതെ പാവപ്പെട്ട ഒരു പെൺകുട്ടീനെ സഹായിച്ചൊന്നും അല്ല ചതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജലജ അങ്ങ് പോവാണ്. അപ്പൊ നയന പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യുവാച്ചാ, ഇതിന്റെ പിന്നിൽ ആരാ? അതെ, ഞാനൊന്ന് ബാങ്കിൽ വിളിക്കാം മോളെ. അവള് ഇത് പ്രസന്റ് ചെയ്തിട്ടില്ലെങ്കിലേ ബ്ലോക്ക് ചെയ്യാൻ പറയാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുക? ഓരോ ഇടുന്ന് എടുത്തു ചാടി ഓരോ മണ്ടത്തരം ഉണ്ടാക്കി വെച്ചാൽ എന്താ ചെയ്യുക? അങ്ങനെ നേരെ ബാങ്കിലേക്ക് വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ ജയന്. അങ്ങനെ ബാങ്കിലേക്ക് വിളിക്കുമ്പോഴത്തേക്ക് മാനേജർ എടുക്കുകയാണ്. ഹലോ സാർ, എന്താണെന്ന് ചോദിക്കുമ്പം, എടോ അവിടെ ആരെങ്കിലും ദേവയാനിയുടെ ചെക്ക് ഉപയോഗിച്ച് ക്യാഷ് മാറാൻ വേണ്ടി വന്നോ? അതെ, ചെയ്തിരുന്നു സാർ, അത് ബൗൺസായി. ബൗൺസ് ആയെന്നോ? അതെങ്ങനെ? ആ അക്കൗണ്ടില് പൈസ ഇല്ലായിരുന്നു സാറേ, അതുകൊണ്ടാ അത് ബൗൺസ് ആയത്. അത് ബൗൺസ് ആയെന്നോ? അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ദേവയാനിയുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ മേഡത്തിന്റെ മറ്റൊരു അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അതാ, ബാക്കിയൊക്കെ പിന്നെ മേഡത്തിനെ അറിയാവുള്ളൂ സാറേ. എങ്കിൽ പിന്നെ ശരിയിടോ എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നയന് ചോദിച്ചു, എന്താ അച്ഛാ, എന്താ പറഞ്ഞത്? അത് ആ ചെക്ക് പ്രസന്റ് ചെയ്തു, പക്ഷെ അത് പാസ്സായിട്ടില്ല. ദേവയാനിയുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നു എന്ന്. അമ്മയുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അച്ഛാ. ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് എന്തോ ഒരു കളിയുണ്ട്. അത് അയാൾ തന്നെ പറയട്ടെ, അതല്ലേ നല്ലത്. അല്ല, നമ്മൾ ആലോചിച്ച് തല പുകച്ചാലും ഇതിനുള്ള ആൻസർ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും പിന്നെ കാണിക്കുന്ന നമ്മുടെ ജലജേനെയാണ് കേട്ടോ. അങ്ങനെ ജലജ അഭിനെ ഇങ്ങനെ ഫോൺ വിളിക്കുകയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. പൈസ കിട്ടിയിട്ട് അഭി എന്ത് ചെയ്തു പൈസ എന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വെപ്രാളത്തിരിക്കുകയാണ്. പൈസ കിട്ടിയോ, അതോ ഇനിയിപ്പോ പൈസ പോയോ, അതോ ഇനിയിപ്പോ നമ്മുടെ അഭി ആ പൈസ കൊണ്ട് മുങ്ങിയോ, ഒന്നും അറിയത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ജലജ ഉള്ളത്. അങ്ങനെ ജലജയ്ക്ക് തന്നെ തല പുകഞ്ഞിട്ട്, ഇവനെന്താ ഫോൺ എടുക്കാത്തത്? മനുഷ്യന് കലി വരുന്നുണ്ട്. അവന് കുറച്ച് പൈസ കിട്ടിയപ്പോ ആ പെണ്ണുമായിട്ട് കറക്കമായിരിക്കും. വല്ല ഹോട്ടൽ മുറിയിലും പോയി കാണും, അല്ലെങ്കിൽ പിന്നെ കൂട്ടുകാരെ സൽക്കരിക്കുമായിരിക്കും. ആ സമയത്ത് ഐഡിയ പറഞ്ഞു കൊടുത്ത അമ്മയെ കുറിച്ച് അവൻ ആലോചിക്കുന്നതേ ഇല്ലല്ലോ. ഇവൻ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതെന്നും പറഞ്ഞ് വീണ്ടും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നത്. നന്ദു ആണെങ്കിൽ ഫോണിൽ നോക്കിയിട്ട് വലിയ സന്തോഷത്തോടു കൂടി ചിരിച്ചോണ്ട് കരഞ്ഞോണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. എന്തോ വലിയൊരു സന്തോഷം നമ്മുടെ നന്ദു അറിഞ്ഞിട്ടുണ്ട്. നന്ദു അകത്തേക്ക് ഓടുകയാണ്. ഈ ഫോണിൽ നോക്കിയിട്ട് വീട്ടിനകത്തേക്ക് അമ്മേ അച്ഛ എന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ അവിടെ ഗോവിന്ദൻ നിപ്പുണ്ടായിരുന്നു. അപ്പം ഗോവിന്ദന്റെ അടുത്ത് ചെന്നിട്ട് അച്ഛ എന്ന് വിളിച്ചു. അപ്പൊ മോളുടെ സന്തോഷം കണ്ടപ്പോഴത്തേക്കും ഗോവിന്ദൻ ചോദിച്ചു, എന്താ മോളെ സന്തോഷമായത്? എന്തു പറ്റി മോക്ക്? അച്ഛ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാണ് കേട്ടോ. കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കുക. എന്ത് പറ്റി മോളെ, കാര്യം പറ. അത് പിന്നെ പറ്റിയത് എന്തെന്നൊക്കെ ഞാൻ പറയാ അച്ഛാ. അപ്പോഴത്തേക്കും നമ്മുടെ കനകയും വന്നു. കനക വന്നിട്ട് എന്താ പറ്റിയത്? അമ്മേ ഉമ്മ എന്ന് പറഞ്ഞ് നമ്മുടെ കനകയ്ക്കും കുറെ ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് ചിരിച്ച് ഭയങ്കര സന്തോഷം നമ്മുടെ നന്ദുവിന്. അപ്പൊ കനക ചോദിച്ചു, എന്ത് പറ്റി മോളെ, എന്താ നിനക്ക് ഇത്ര സന്തോഷം? അച്ഛാ, അത് പിന്നെ ഞാൻ SIS ടെസ്റ്റ് പാസ്സായി, ഞാൻ ലിസ്റ്റിലുണ്ട്. സത്യമാണോ മോളെ SI ടെസ്റ്റ് പാസ്സായോ? അതെ അമ്മേ, ഞാൻ പാസ്സായി അമ്മേ, സത്യമായിട്ട് ഞാൻ പാസ്സായി. ആഗ്രഹിച്ചതെന്ന് എന്റെ മോള് നേടിയെടുത്തല്ലോ, സമാധാനമായി. അപ്പോഴത്തേക്കും നമ്മുടെ കനക പറഞ്ഞു, അപ്പം ജോത്സ്യം പറഞ്ഞത് ശരിയായി. അപ്പം നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, ജോത്സ്യം പറഞ്ഞാലും എന്റെ മോള് നന്നായിട്ട് പഠിച്ച് എഴുതിയോണ്ടല്ലേ ഇപ്പൊ ടെസ്റ്റ് പാസ്സായത്. പക്ഷെ സത്യത്തിൽ ഇത് കേട്ടിട്ടെ എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നും വരുന്നില്ല. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? ദേ, കാക്കി ഇടുന്നതിന് മുമ്പ് തന്നെ നീ കൈ കിട്ടുന്നവരൊക്കെ ചതച്ചിട്ടല്ലാതെ വിട്ടിട്ടില്ല. ഇനിയിപ്പൊ നിന്റെ കൈ കിട്ടുന്നവരുടെ അവസ്ഥ അത് ഞാൻ ഓർക്കുക. SI ആയി കഴിഞ്ഞ് എന്തായിരിക്കും? ഇനിയിപ്പൊ നിനക്ക് ബാധ കയറില്ലേ? എനിക്ക് അത് ഓർത്തിട്ട് പേടിയാവുക. അത് പിന്നെ ഇത്രയും നാൾ എനിക്ക് നിയമം കയ്യിലെടുക്കാനേ അധികാരം ഇല്ലായിരുന്നു. ഇനിയിപ്പം ആ ഒരു ആനുകൂല്യം കൂടെ കിട്ടാൻ പോവുക എനിക്ക്. മുന്നിൽ നിൽക്കുന്നത് ആരാണെങ്കിലും നിയമം വിട്ട് എന്തെങ്കിലും ചെയ്താൽ അവരുടെ കാര്യം പിന്നെ പോക്ക, ഞാൻ ഇടിച്ച് ശരിയാക്കും. അത് തന്നെയാ മോളെ എന്റെ പേടി. കീരിക്കാടൻ ജോസുമാർ ഒരുപാട് പേരുണ്ട് സമൂഹത്തില്. അത് നിനക്ക് ഓർമ്മ വേണോട്ടോ. എനിക്കൊരു കീരിയെയും കീരിക്കാടനെയും പാമ്പിനെയും ഒന്നും പേടിയില്ല. അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം, അതല്ലേ വേണ്ടത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, ഈ സന്തോഷ വാർത്ത ചേച്ചിമാരെ അറിയിക്കണ്ടേ? എന്തിനാ അച്ഛാ വിളിച്ചറിയിക്കുന്നത്? ഞാൻ നേരിട്ട് തന്നെ അങ്ങ് ചെന്ന് പറഞ്ഞേക്കാം. അനന്തപുരിയിലേക്ക് പോകാനോ? അതെ, പിന്നെ ഇതൊരു സന്തോഷ വാർത്തയല്ലേ. അപ്പൊ ഞാൻ എന്റെ ചേച്ചിമാരോട് നേരിട്ട് പോയല്ലേ അമ്മേ പറയേണ്ടത്, അല്ലാതെ വിളിച്ചു പറയുകയാണോ ചെയ്യേണ്ടത്? അതും ശരിയാ. ഏതായാലും അവിടെ ചെന്നിട്ട് ഞാൻ ആരുടെയും മുഖത്ത് നോക്കുന്നില്ല, പ്രത്യേകിച്ച് അനാമികയുടെ. അമ്മയ്ക്ക് അതുപോലെ അനാമികയുടെ മുഖത്ത് നോക്കാതിരുന്നാ പോരെ. ഇത് കേൾക്കുമ്പോ എന്നെക്കാളും സന്തോഷമായിരിക്കും എന്റെ ചേച്ചിമാർക്ക്. എനിക്ക് തിടുക്കമായി. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ പോവാ. ഈ സത്യങ്ങളൊക്കെ എന്നല്ല, ഈ കാര്യങ്ങളൊക്കെ പറയാനാ.
അത് പിന്നെ മോള് ചെല്ലുന്നത് ആ പെങ്കൊച്ചിന് ഇഷ്ടപ്പെടില്ലല്ലോ. അതെനിക്കറിയാം. പക്ഷെ ഇത് എന്റെ ചേച്ചിമാരോട് എനിക്ക് നേരിട്ട് പറഞ്ഞേ പറ്റൂ. അവളുടെ ഇഷ്ടക്കേടും ഇഷ്ടവും നോക്കിയിട്ടാണോ എനിക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ എന്റെ ചേച്ചിമാരുടെ അടുത്ത് പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ നമ്മുടെ നന്ദു. അപ്പോഴത്തേക്കും ഗോവിന്ദനും കനകയ്ക്കും ഭയങ്കര സന്തോഷമായി. അപ്പം ഗോവിന്ദൻ പറയും, എനിക്ക് മോളുടെ സന്തോഷം കണ്ടിട്ട് എന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷം തോന്നുക. കാരണം എത്ര നാളായി എന്റെ മോളൊന്ന് ചിരിച്ചു കണ്ടിട്ട്. അവളുടെ മുഖത്ത് എപ്പോഴും ഒരു മ്ലാനതയല്ലായിരുന്നോ, അവളുടെ മുഖത്ത് ഒരു സങ്കടമല്ലായിരുന്നോ, ഇപ്പഴാ എന്റെ മോളുടെ മുഖം ഒന്ന് വിരിഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മുടെ കനക പറഞ്ഞു, ഇനി ആ പേടിക്കേണ്ടത് അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന് അവക്ക് തന്നെ അറിയില്ല. ഏതായാലും വരുന്നത് നമുക്ക് വഴിക്ക് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ഗോവിന്ദനെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ജലജയെ കാണിക്കുക. ജലജ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വസന്തരെ ചോദിക്കുക, എന്തു പറ്റി, നീ ആരെ ഈ കാത്തിരിക്കുന്നത്? അത് പിന്നെ എന്റെ മോനെ തന്നെ, അല്ലാതെ ഞാൻ ആരെ കാത്തിരിക്കാനോ? അവൻ തോന്നുമ്പോഴല്ലേ വരുന്നത്. അല്ല, ഇപ്പം അവന് വിളിച്ചിട്ട് എടുക്കുന്നില്ലമ്മേ. അത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ, അവന് തോന്നിവാസമാണല്ലോ. വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് അവനൊരു ചിന്തയുമില്ല. ഒരു പെണ്ണ് നിറവയറുമായിട്ട് നിൽക്കുക, അവളെ പോലും അവൻ ഓർക്കാറില്ല. പിന്നെയല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ഒരു കാറ് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ആ കാറിൽ വേറെ ആരുമല്ല, നമ്മുടെ അഭിയാണുള്ളത്. അങ്ങനെ അഭി ഇറങ്ങുകയാണ്. അഭിയുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയോ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടാണ് നമ്മുടെ അഭി വരുന്നത് എന്ന്. അങ്ങനെ അഭി വന്നതും നമ്മുടെ ജലജ ചോദിച്ചു, നീ എവിടെയായിരുന്നടാ? നിന്റെ കവിളിൽ എന്താടാ ഒരു പാട്? ആരെങ്കിലും നിന്നെ തല്ലിയോ? എന്താടാ നിനക്ക് പറ്റിയത്? അപ്പൊ നമ്മുടെ ദേവയാനി ഫ്രണ്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ പറയാം, അവൻ ഇതൊന്നും പറയത്തില്ല, ഞാൻ പറഞ്ഞു തരാം എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്ക് ജലജ ഒന്ന് നോക്കിട്ടോ അഭിനെ. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു, പോലീസുകാർ കൊണ്ടുപോയി മോനെ നല്ലോണക്ക് പെരുമാറിയില്ലേ, അതല്ലേ ഈ മുഖത്തെ പാട്. അപ്പോഴത്തേക്കും വസന്തരി ചോദിച്ചു, എന്താ ദേവയാനി? എന്താണെന്നോ, ഇവനെ നമ്മുടെ കമ്പനിയിലെ ഒരു എംപ്ലോയി ആക്കിയെന്നും പറഞ്ഞിട്ടെ നാഴികയ്ക്ക് 40 വട്ടവും ഈ നിൽക്കുന്ന ജലജ സംസാരിക്കുമായിരുന്നുവല്ലോ. അങ്ങനെ ഇവനെ തരം താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടമ്മേ. അത്രയ്ക്ക് ചതിയന, അത്രയ്ക്ക് ക്രൂരന ഇവനെ സത്യം പറഞ്ഞ ഒരു പൊട്ടൻ തന്നെയാ. അങ്ങനെയാണ് ഞാൻ പറയേണ്ടത്. ഇവൻ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒരു പെൺകുട്ടി നാളെ അമ്മയാകും. നാളെ നീ കൊച്ചിന് അച്ഛനാക. ആ ബോധം ഒന്നും ഇല്ലാതെ അല്ലേടാ നീ തെറ്റുകളെല്ലാം ചെയ്യുന്നത്. അപ്പം ജയൻ ചോദിച്ചു, എന്താടോ പറ്റിയത്, എന്താ സംഭവിച്ചത്? എനിക്ക് കരള് തന്ന് സഹായിച്ച പെൺകുട്ടീനെ ചൂണ്ടിക്കാണിച്ചത് ഈ നിൽക്കുന്നവനാ ചൂണ്ടിക്കാണിച്ചു തന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് പേടിച്ചു പോയിട്ടോ, വസന്തരയൊക്കെ പേടിച്ചു പോയി. അങ്ങനെ ജയൻ ചോദിച്ചു, അല്ല ഏതാടാ ആ പെൺകുട്ടി, അല്ല ചൂണ്ടിക്കാണിച്ച പെൺകുട്ടി ഏതാന്നാ ഞാൻ ചോദിച്ചത്. അപ്പം ദേവയാനി പറഞ്ഞു, പറയടാ, അത് ആരാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ വസന്തര പറഞ്ഞു, നീ എന്താണോ ഒന്നും മിണ്ടാത്തത്, നിന്നോടല്ലേ ചോദിച്ചത്. അത് പിന്നെ എന്നോട് ആ പെൺകുട്ടി അങ്ങനെയാ പറഞ്ഞത്. പറഞ്ഞതല്ല, നീ പറയിച്ചതല്ലേ. എന്നിട്ട് പറഞ്ഞതാണ് പോലും. വീണ്ടും ഓരോ കള്ളങ്ങൾ പറയരുത് കേട്ടോ അഭി. പോലീസിനോട് അവള് സത്യങ്ങളൊക്കെ പറഞ്ഞത് എന്റെ ഈ ചെവി കൊണ്ട് കേൾക്കുകയും കണ്ണുകൊണ്ട് കാണുകയും ചെയ്തതാ ഞാന്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ വന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യക്കും അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. അങ്ങനെ നമ്മുടെ ദേവയാനി വീണ്ടും പറഞ്ഞു, എന്നെ കരള് തന്ന് സഹായിച്ച പെൺകുട്ടിക്ക് ഞാൻ 50 ലക്ഷം രൂപ കൊടുത്തിരുന്നു. ആ പെൺകുട്ടി അത് പ്രസന്റ് ചെയ്തില്ല. അപ്പൊ തന്നെ ഇവൻ മനസ്സിലാക്കി, ഞാന് ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിന് 50 ലക്ഷം രൂപ കൊടുക്കുന്നു, അതിൽ നിന്ന് പൈസ ഇവന് മുക്കാമെന്നും. അതുകൊണ്ട് തന്നെയാ ഇവൻ ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്ന് നിർത്തിയത്. ഞാനേ സ്റ്റേഷനിൽ പോയിട്ടാ വരുന്നത്. അവിടുന്ന് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇവൻ കാണിച്ച ചതിക്കുണ്ടല്ലോ, ഇവനെ ലോക്കപ്പിൽ അടയ്ക്കുക ചെയ്യേണ്ടത്. 50 ലക്ഷം പെൺകുട്ടിക്ക് കിട്ടിയാൽ 40 ലക്ഷം ഇവനും, 10 ലക്ഷം രൂപ ആ പെൺകുട്ടിക്കും. അതായിരുന്നു ഐഡിയ. ആ ഐഡിയ എല്ലാം പൊളിച്ചടുക്കി ഞാൻ കൈ കൊടുത്തു. അല്ല, അതില് ജലജയ്ക്ക് എത്ര വീതമുണ്ട് ജലജ? എനിക്കോ? ഞാൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല, എനിക്കിതിനെ കുറിച്ച് അറിയത്തില്ല. ഓ, നിനക്കറിയത്തില്ലല്ലേ? ഇല്ല, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ ജലജ എന്ത് ചെയ്തു, അപ്പൊ അഭിക്കിട്ടൊരു ഒറ്റ അടി കൊടുത്തിട്ട്, എന്താടാ നീ കാണിച്ചത്? എന്ത് തെമ്മാടിത്തരവാടാ നീ ചെയ്തു കൂട്ടിയത്? പറയടാ, നീ പറയാനാ പറഞ്ഞത്. നീ ഇത്രയ്ക്കും വൃത്തികെട്ടവനായിരുന്നോ? നീ പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ കോളറെ പിടിച്ച് കുലുക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ജയൻ ചെന്നിട്ട് പറഞ്ഞു, ഇനി കൂടുതൽ അഭിനയൊന്നും വേണ്ട, എല്ലാവർക്കും എല്ലാം മനസ്സിലായി. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലേ നീ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പുറത്തായേനെ. അപ്പോഴത്തേക്ക് വസന്തര പറഞ്ഞു, ഇവിടെ നിന്ന് പുറത്തു പോകാനുള്ള ഒരുപാട് കാരണങ്ങൾ നീ ഉണ്ടാക്കിയിട്ടില്ലേടാ, എന്നിട്ട് നിനക്ക് മതിയായില്ലേ? അപ്പൊ ദേവയാനി പറഞ്ഞു, ഇവനെ എന്നോട് കരള് തന്ന പെൺകുട്ടീനെ കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ സംശയിച്ചതാ. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു. ഹോസ്പിറ്റലുകാർക്ക് ആ പെൺകുട്ടീനെ അറിയത്തു പോലുമില്ല. കരള് തന്ന പെൺകുട്ടി ആരാണെന്ന് എന്റെ ഡോക്ടർക്ക് മടിയായിരുന്നു. പക്ഷെ കരള് തന്ന പെൺകുട്ടി ഏതാണെന്ന് വ്യക്തമായിട്ട് അറിയായിരുന്നു ഡോക്ടർക്ക്. അപ്പൊ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ പെൺകുട്ടി അല്ല എന്ന്. അത് പറയാൻ ഒരു മടിയും ഡോക്ടർ കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ സത്യം അറിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത് എന്നിങ്ങനെ പറഞ്ഞു. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യക്ക് കലി വന്ന് നിൽക്കുകയാണ് കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് കേട്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞ നവ്യക്ക് അഭിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു.
അങ്ങനെ നമ്മുടെ നവ്യ പറയാണ്, അതെ ഇതെന്നോട് നേരത്തെ പറയുമായിരുന്നുവെങ്കിലേ ഇത് ഇതിങ്ങനെയൊന്നും ആവില്ലായിരുന്നു. ഇവനും ഇവന്റെ അമ്മയും കൂടെ ഉണ്ടാക്കിയ കഥയാണെന്ന് ഞാൻ പറഞ്ഞു തന്ന് വ്യക്തമാക്കിയാനെ. എനിക്ക് ഇതിനകത്തൊരു പങ്കുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ മകൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്ന എന്റെ അമ്മായിയമ്മയുടെ ബുദ്ധി തന്നെ ആയിരിക്കും എന്ന് നമ്മുടെ നവ്യ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ജലജയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും കള്ളത്തരം പൊളിച്ചൊടുക്കി നമ്മുടെ ദേവയാനി കയ്യിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.